വഹുസ്നുൽ ഖുൽഖ്, അവന്റെ കൂട്ടത്തിൽ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ സൽസ്വഭാവമുള്ള ഒരാളും കൂടിയാ. അവൻക്ക് തഖ്വയുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാൾക്ക് സൂക്ഷ്മമുള്ള ജീവിതമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ സ്വഭാവം നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെയല്ലേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണേ, ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കണേ. അങ്ങനെ ജീവിച്ച ഒരു പറ്റം പണ്ഡിതന്മാർ നമുക്ക് മുൻഗാമികളിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ തെളിവ്. മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്തുകൊണ്ടും ഈ മാസത്തിൽ അനുസ്മരിക്കേണ്ട മഹാനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മഹാനെ ഞാൻ ഈ തഖ്വന്റെ വിഷയത്തിൽ എടുത്തു പറഞ്ഞത്. മഹാനായ റിഫാഇ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറഞ്ഞോ അതുപോലെ ജീവിച്ച ആളാണ്. മഹാനായ മുത്തളി തങ്ങൾ എന്ത് പറഞ്ഞോ അതേപടി സ്വന്തം ജീവിതത്തിൽ പടർത്തിയവരാണ്. മഹാനവറുകൾ അവിടുത്തെ ജീവിതം പരതി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടുന്ന് ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പറ്റം കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മഹാന്റെ ശ്രദ്ധയിൽ വിടുകയാണ്. അങ്ങനെ ആ കുട്ടികൾ തമ്മിൽ വാക്ക് തർക്കമുണ്ടായപ്പോൾ മഹാനവറുകൾക്ക് വല്ലാത്ത സങ്കടം തോന്നിക്കൊണ്ട് അവിടെ വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് തല്ലുകൂടുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്താവശ്യത്തിനാണ് നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ആ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വികൃതി പയ്യൻ മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാ, അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്റെ പിതാവൊന്നുമല്ലല്ലോ. മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്റെ വാപ്പയൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നതെന്ന് മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായ ആ സംഭവം അതാണ് തഖ്വയുടെ യാഥാർത്ഥ്യമായ രൂപം. അതേ മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
പ്രാമുഖ്യം ഉണ്ടാവാനുള്ള ഒരു കാരണം ഒരു പോലും തന്റെ ജീവിതത്തിൽ പടർത്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സന്നിധിയിലേക്ക് അല്ലാഹു ഉയർത്തിയത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്തവരാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാലും അത് ജീവിതത്തിൽ പടർത്തിയവരാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തിൽ അങ്ങ് പടർത്തി ഒരൊറ്റ കറാഹത്തും ചെയ്യാതെ വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ഉയർത്തിക്കളയുകയാണ്. അവിടുത്തെ സൂക്ഷ്മതയുടെ ഫലം എന്താണെന്നറിയുമോ? അവരങ്ങനെ ഒരു ദിവസം മദീന മൻസബയിൽ ചെല്ലുകയാണ്. മദീനയിലേക്ക് ചെല്ലുന്നു, ഒരു ഹജ്ജാഭിഷേകം ചെയ്യുന്നു. വളരെ സൂക്ഷ്മതയോടെ ശരീഫിന്റെ അരികിൽ വന്നുകൊണ്ട് വല്ലാതെ സലാത്ത് ഇങ്ങനെ ചെയ്യുകയോ. അവരിങ്ങനെ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഏറ്റു പറയുകയാണ്. ചെറിയ സമയം പോലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. ആ തഖ്വ നമുക്ക് കാണാൻ മനസ്സിലാക്കാം. അവിടുന്ന് വളരെ സൂക്ഷ്മതയോടെ കറാഹത്തൊന്നും ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ പോലും ആ മദീന മുനവ്വറയുടെ മൂലയിൽ നിന്നിങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുകയോ. ആ സൂക്ഷ്മയുടെ ഫലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് വല്ലാതെ സലാത്ത് ആവർത്തിച്ചപ്പോൾ അവിടെ ഇഷ്കങ്ങ് പൂത്തു വന്നു. ആ തഖ്വയുടെ രൂപം പറയുകയാണ്. അവിടെ നിന്ന് ഭവ്യതയോടെ എണീറ്റ് നിന്നുകൊണ്ട് അല്ലാഹ് ശരീഫിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് പാടുകയോ. അവിടുന്ന് വല്ലാതെ സൂക്ഷ്മതയോടെ ഭവ്യതയോടെ എണീറ്റ് നിന്ന് പാടുകയാണ്. ഓ നബിയേ, ഞാൻ വിദൂരതയിലാകുമ്പോൾ അങ്ങയുടെ മേൽ നിരന്തരം സ്വലാത്ത് ചെല്ലാറുണ്ട്. നിരന്തരം ഞാൻ സലാം പറയാറുണ്ട്. അത് കേൾക്കാറുണ്ട്. ഇന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. തങ്ങളെ അസ്സലാമു അലൈക്കും യാ ജദ്ദീ. പേരക്കുട്ടിയല്ലേ, സലാം മടക്കാതിരിക്കാൻ പറ്റൂലല്ലോ. തിരിച്ച് സലാം മടക്കുന്നു. വഅലൈക്കുമുസ്സലാം യാ വലദീ. ഓ പൊന്നുമോനെ, വഅലൈക്കുമുസ്സലാം. എന്നിട്ട് പറയുന്നു, ഞാൻ നിരന്തരം ഇങ്ങോട്ട് സലാമും പറഞ്ഞേക്കാറുണ്ട്. അതിനാൽ അങ്ങയുടെ ഈ വന്യ ദർബാറിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു.
അതേ ആ രാജാതിരാജനായ ആ മദീനയുടെ രാജാവ് സർക്കാരെ ആലം ജനാബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യം മഹാനായ ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ തഖ്വയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായാൽ മഹാനായ മുത്തുള്ളി റസൂലുള്ളാഹി തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടന്നവരും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ജീവിതത്തിൽ അല്ലാഹു നമ്മെ ഉയർത്തുമാറാകട്ടെ. മാത്രമല്ല തഖ്വ കൊണ്ട് നശിക്കുന്ന ആളുകളുണ്ട്. സൂക്ഷ്മത നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാതെ നടന്നവർ അവർ പിഴച്ചു പോകുന്നവരുമുണ്ട്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ജീവിക്കാൻ, നല്ല രീതിയിൽ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.